നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രഭാവതിയെ സംശയിക്കുന്നതിന് മുമ്പ് നീ അതൊന്ന് നോക്കിയേ. അതെ, വെറുതെ ഒരു തർക്കം വേണ്ട. ശേഖർ പോയി നോക്കൂ. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണോ വേണ്ടിയോന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ശരി. ശേഖർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അവൻ അറിയാതെ അടിച്ചു മാറ്റി പോക്കറ്റ് ഇടായിരുന്നു. ഒന്നും കിട്ടിയില്ലേ? ഓ, എന്തൊരു സംശയമായിരുന്നു എന്റെ ചേച്ചി. അവളെ ചേച്ചി മോഷ്ടിച്ച പോലെ ആയിരുന്നല്ലോ തന്റെ പെർഫോമൻസ്. എന്നിട്ട് എന്തിയേ? ഈ മുറി അരിച്ചു പെറുക്കി നോക്കിയിട്ടും വല്ല തുമ്പും കിട്ടിയോ? ഡോ പോവല്ലേ, നിക്ക്. ഇനിയിപ്പോ ഇവിടെ ബാക്കിയുള്ളത് ബെഡ് നോക്കിയായിരുന്നോ? ഇതോടെ നോക്കിയേക്ക്, തന്റെ സംശയം തീരട്ടെ. വാ നോക്ക്. നോക്ക്. കണ്ട ഇപ്പൊ എന്തായി? വല്ല കാര്യം ഉണ്ടായിരുന്നു. അന്നേരം അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്നിട്ട് അവനെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുത്തേക്കുന്നു. എന്റെ ചെരുപ്പൂരി എന്റെ ചേട്ടത്തിന് അടിക്കാൻ എനിക്കിപ്പോ തോന്നുന്നേ. പ്രതാപ, നീയല്ലേ പറഞ്ഞത് നിന്റെ ചേച്ചി കള്ളി അല്ലാന്ന്? ആ സത്യവത് കാണിച്ചു വെച്ചാ കണ്ടോ? എന്താ നിനക്ക് മറുപടി ഇല്ലേ? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ശേഖർ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്രതാപ, എനിക്കിത് സാറിനെ കാണിക്കണം. എല്ലാരും അറിയട്ടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രഭാവതിയുടെ തനി നിറം. പ്ലീസ് പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്, ഈ വളയായിട്ട് പോകരുത് അങ്ങോട്ട്. എന്റെ ചേച്ചി എല്ലാവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കരുത്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം. നിന്റെ മുക്കാചക്രത്തിന്റെ ചെലവിൽ മയങ്ങുന്നവനല്ല ഈ ശേഖർ. നിനക്കാള് മാറിപ്പോയി പ്രതാപ. മാറിക്കും. എനിക്കിത് ഗോപിനാഥ് സാറിന്റെ കൈ കൊടുക്കണം. പ്ലീസ് ഡോ നിന്നേ. താനിത് കൊണ്ടു കൊടുത്ത് കൈയ്യടി വാങ്ങിച്ചോ. പക്ഷേ അവിടെ വെച്ച് എനിക്ക് ചില സത്യങ്ങൾ പറയേണ്ടി വരും. നീ എന്ത് സത്യമാടാ പറയാൻ പോകുന്നേ? നീ എന്ത് പറഞ്ഞാലും ഞാൻ ഗോപിനാഥ് സാറിന്റെ കൈ കൊടുക്കും. നിങ്ങൾ എന്റെ അളിയനാണെന്നുള്ള സത്യം ഞാൻ പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.